ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം 15 നോമ്പിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഉള്ള വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ ദൈവിക സംസർഗത്തിൽ കണ്ട ദർശനമാണ് വിവരിക്കുന്നത്. പ്രവാചകൻ്റെ വിളിയും പ്രവാചക സ്ഥാനത്തേക്കുള്ള തൻ്റെ നിയോഗവുമാണ് ഈ അധ്യായത്തിലെ ചിന്താവിഷയം. ഈ അധ്യായം ധ്യാനിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പാപബോധം ഉണ്ടാകുന്ന യെശയ്യാവ്. 52 വർഷമായി യഹൂദയെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഉസിയാവ്. രാജ്യം ഭൗതികമായി ഉയർന്നതായ കാലഘട്ടമായിരുന്നു ഉസിയാവിൻ്റെ ഭരണ സമയം. എന്നാൽ ഉസിയാവ് മരിച്ചപ്പോൾ രാജ്യത്തിൻ്റെ പഴയ ഐശ്വര്യം നശിക്കും എന്ന് അവർ വിശ്വസിച്ചു. അന്ന് ഉണ്ടായിരുന്ന യഹോവയുടെ മഹത്വം ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് അവർ പേടിച്ചു. അവർ ഇനിയും അടിമകളായി പോകുമോ എന്ന് അവർ ഭയപ്പെട്ടു. ഇതിൻ്റെ നടുവിലാണ് യെശയ്യാ പ്രവാചകൻ ഈ ദർശനം കാണുന്നത്. എന്നാൽ ഇസ്രായേലിയരുടെ യഥാർത്ഥ രാജാവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം യഹോവയുടെ സിംഹാസനം കാണുന്നതിലൂടെ മനസ്സിലാകുന്നു. ആ ദർശനത്തിലൂടെ ഒരു ആരാധനാ അനുഭവം പ്രവാചകന് ഉണ്ടാകുന്നു. ആ ആരാധനാ അനുഭവം യെശയ്യാവിനെ പാപബോധം ഉള്ളവനാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ വന്നപ്പോൾ അവന് ശുദ്ധിയില്ലാത്ത ആദരമുള്ളവനാണ് എന്ന് മനസ്സിലാകുന്നു. നാം ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നവരായി തീരണം. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്നപ്പോൾ അവരവരുടെ കുറ്റം ശോധന ചെയ്യാനാണ് യേശു പറഞ്ഞത്. ഈ നോമ്പ് കാലയളവിൽ ആരാധന അനുഭവത്തിൽ വന്ന് നമ്മുടെ കുറ്റവും പാപവും ശോധന ചെയ്ത് യേശുവിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. രണ്ടാമതായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൗത്യത്തിനായി ഒരുങ്ങുന്ന യെശയ്യാവ്. യെശയ്യാവിൻ്റെ കുറവ് അവൻ അംഗീകരിച്ചപ്പോൾ സാറാവ് ഒരു തീക്കനൽ കൊണ്ടുവന്ന് നാവിനെ തൊടുവിക്കുന്നു. അപ്പോൾ അവൻ്റെ പാപം നീങ്ങിപ്പോകുന്നതായി കാണുന്നു. പാപം നീങ്ങിപ്പോയപ്പോൾ യെശയ്യാവിൻ്റെ അധരങ്ങൾ ശുദ്ധിയാവുകയും അവന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായി ഇടവരുന്നു. ശുദ്ധമായ മനസ്സുള്ള വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ വിളിയിൽ ക്രിയാത്മകമായി പ്രതികരിക്കുവാനായിട്ട് കഴിയുള്ളൂ. യെശയ്യാവ് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് ദൗത്യത്തിനായി പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും അവൻ്റെ ദൗത്യത്തിനായിട്ട് പുറപ്പെടുവാനുമായി നാം ഓരോരുത്തരും ഒരുങ്ങണം. തീക്കനൽ ഇവിടെ സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. കാൽവറി ക്രൂശിലെ പരമയാഗത്താൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപം നീങ്ങിപ്പോയി. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവരാജ്യ മഹത്വത്തിനായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഹ്യൂമൻ ബീയിങ് ഈസ് എ ലിറ്റർജിക്കൽ ബീയിങ്. മനുഷ്യൻ ഒരു ആരാധന ജീവിയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നിരന്തരം ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവശബ്ദം കേൾക്കുന്നതിനുമാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി നമ്മുടെ നോമ്പും ആരാധനകളും മുഖാന്തരമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, യെശയ്യാ പ്രവാചകനെ പോലെ ദൈവവിളി കേൾക്കുവാനും അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് ദൗത്യവാഹകരായി തീരുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ദൈവമേ, ഈ നോമ്പ് കാലയളവിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഇടയാക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.